പ്രൈസ് ലോർഡ് നാമത്തിന് ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയെ എല്ലാവരും സന്തോഷമായും സമാധാനമായും ദൈവകൃപയാൽ ഹല്ലേലൂയ സ്തോത്രം ഇരിക്കുന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. സ്തോത്രം. ദൈവം നമുക്ക് തന്നിട്ടുള്ള എല്ലാ അവയവങ്ങളും അനുഗ്രഹിക്കപ്പെട്ടതാണ്. എന്നാൽ നമുക്ക് തന്നിട്ടിരിക്കുന്ന നാക്ക് അത് അനുഗ്രഹവും കൊണ്ടുവരാം, ശാപവും കൊണ്ടുവരാം, വേദനയും കൊണ്ടുവരാം. വേദപുസ്തക അടിസ്ഥാനത്തിൽ നാവിനെ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് ദൈവവചനത്തിൽ നമുക്കിന്ന് ചിന്തിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഹല്ലേലൂയ, നല്ല സമയത്തിനായി ഞങ്ങൾക്ക് തന്ന നല്ല ജീവനായി, സമൃദ്ധിയായ ജീവനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവാത്മാവിൻ്റെ അത്യന്ത ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങളുടെ ഓരോ അവയവങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നാക്കിനെ അനുഗ്രഹിക്കണമേ. ദൈവവചനം ഞങ്ങളോട് സംസാരിക്കണമേ. ഇത് കേൾക്കുന്ന എല്ലാ ഭവനത്തിലും ഹല്ലേലൂയ വ്യക്തി ജീവിതങ്ങളിലും കർത്താവിൻ്റെ സ്നേഹം ഒഴുകി ചെല്ലുവാൻ, കർത്താവിനെ ഉയർത്തുവാൻ തക്കവണ്ണം ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവിനെ ഒരു സഹായിക്കുമാറാകണമേ. വചനം പറയുന്ന അടിയന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ദൈവനാമ മഹത്വത്തിനായി മാത്രം തീരട്ടെ. ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധാത്മാവ് തന്നെ സകലത്തെയും നിയന്ത്രിക്കും. ദൈവം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവവചനം ചിന്തിക്കുമ്പോൾ നാവിനെ പറ്റി അനേക വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ സമയം നമ്മൾ തക്കത്തിന് ഉപയോഗിക്കേണ്ടത് കൊണ്ടും ഹല്ലേലൂയ സ്തോത്രം ചില വാക്യങ്ങൾ മാത്രം പറഞ്ഞ് നല്ല ഒരു ചിന്ത ദൈവസന്നിധി വിൽപ്പാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. സ്തോത്രം. 1 പത്രോസ് 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അതിരത്തെയും അടക്കിക്കൊള്ളട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ എല്ലാവർക്കും വീണ്ടും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ ദൈവമക്കളോട് പറയുകയാണ്, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ, നിത്യജീവനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ നല്ലൊരു കാലം കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്തോത്രം ഇച്ഛിക്കുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദോഷം ചെയ്യാതെ നമ്മുടെ നാവിനെയും വ്യാജം പറയാതെ ആദരത്തെയും അടക്കിക്കൊള്ളട്ടെ. നമ്മുടെ നാവിനെ നാം അടക്കണം. പലപ്പോഴും സ്തോത്രം ദൈവമക്കളെ, സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് വർത്തമാനം പറയുവാൻ നമ്മുടെ നാക്ക് വ്യഗ്രത കൊള്ളും. എന്നാൽ അതിനെ അടക്കിക്കൊള്ളുവാൻ സ്തോത്രം കഴിയുന്നവനാണ് ഏറ്റവും സെൽഫ് കൺട്രോൾ ഉള്ളവൻ. അത് ആത്മാവിൻ്റെ ഫലങ്ങളിൽ കാണിക്കുന്നു. നമുക്കറിയാം കപ്പൽ എന്തൊരു വലുതാണ് കപ്പൽ അല്ലേ? സ്തോത്രം. ആ കപ്പലിനെ ഒരു ചെറിയ നങ്കൂരം കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നെങ്കിൽ അതുപോലെ നമ്മുടെ ഈ ജീവിതത്തെ നമ്മുടെ നാക്കുകൊണ്ട് നാം അടക്കി കൺട്രോൾ ചെയ്യുവാൻ നമുക്ക് കഴിയും. സ്തോത്രം. കൊലോസ്യർ 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നു: ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. സ്തോത്രം. അപ്പോൾ ഓരോ വ്യക്തി ജീവിതങ്ങളോടും നമ്മൾ വർത്താനം പറയുമ്പോൾ അത് എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. അത് നമ്മൾ ഓരോരുത്തരും ഉത്തരം പറയേണ്ടതിന് നമ്മുടെ ഓരോ വാക്കും കൃപയോട് കൂടിയതും, കർത്താവേ ദൈവഹിതമല്ലാത്ത ഒന്നും എൻ്റെ വായിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവമേ നീ എന്നെ അനുവദിക്കരുതെന്ന് നാം എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം. അത് കൃപയുള്ളതായിരിക്കണം. മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവർക്ക് ആശ്വാസമുള്ളതായിരിക്കണം. അവർക്ക് സൗഖ്യമാക്കുന്നതായിരിക്കണം. അവരുടെ വേദനകളെ മാറ്റുന്നതായിരിക്കണം. നമ്മളോട് ഒരാൾ സംസാരിച്ചിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ വേദനയോട് പോകുവാനല്ല, അവരുടെ ഭാരം മാറിയവരായി, അവർ ദൈവത്തെ കണ്ടവരായി, യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചവരായി അവർ കടന്നു പോകണം. സ്തോത്രം. അതിനോ ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. സ്തോത്രം. അപ്പോഴും നമുക്കറിയാം, നമ്മൾ എത്ര നല്ല ആഹാരം വെച്ചാലും ഉപ്പിടാൻ മറന്നുപോയാൽ അതിന് ടേസ്റ്റ് ഇല്ല. നമ്മൾ എത്ര വലിയ വർത്തമാനം പറഞ്ഞാലും അതിനകത്ത് ഉപ്പിൻ്റെ രുചി പോലെ അതിനകത്ത് സ്തോത്രം സ്നേഹമില്ലെങ്കിൽ, അതിനകത്തൊരു കരുതലില്ലെങ്കിൽ, അതിനകത്തൊരു കൃപയില്ലെങ്കിൽ അതൊന്നുമില്ല. ഈ ദിവസങ്ങളിൽ അങ്ങനെ ആയിത്തീരുവാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കാൻ ആൾക്കാർ ഓടിക്കൂടി. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ വാക്ക് കേൾക്കാൻ ആൾക്കാർ ഓടിക്കൂടിയത്? അവൻ്റെ വാക്കുകൾക്ക് ലാവണ്യമുണ്ടായിരുന്നു, അതിന് സൗന്ദര്യമുണ്ടായിരുന്നു, അതവർക്ക് ആശ്വാസം കൊടുക്കുമായിരുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ വാക്കുകൾ അനേകർക്ക് ആശ്വാസമായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ നാവിനെ ദൈവമേ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. എഫേസ്യർ 4-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കല്ലാതെ, നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവമക്കളെ നോക്കി സ്തോത്രം, ഓരോ വ്യക്തി ജീവിതങ്ങളെ നോക്കി ദൈവം പറയാണ്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, നിങ്ങൾ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്, ഈ നമ്മുടെ വാക്ക് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് നാം അവരുടെ ആത്മീയ വർധനയ്ക്കായി അവർ ദൈവത്തോട്
ദൈവത്തോട് അടുക്കുന്നതിന്, അവർ ഹാലലിയ സ്വർഗീയനെ പോലെ ആയിത്തീരേണ്ടതിന് ഉതകുന്ന നല്ല വാക്കല്ലാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. നമ്മുടെ വായിൽ നിന്ന് ദൈവഹിതമല്ലാത്ത ഒരു വാക്ക് പോലും പുറപ്പെടാതെ സൂക്ഷിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്ര ഹാലലുയ. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഹാലലി, മറ്റുള്ളവർക്ക് ഹൃദയത്തിൽ ഭാരം വരുത്തുന്ന, മറ്റുള്ള ജീവിതത്തെ നരകതുല്യമാക്കുന്ന, നിരാശപ്പെടുത്തുന്ന, ജീവിക്കണമെന്ന് പോലും തോന്നിപ്പിക്കുന്ന, അവരുടെ മോട്ടിവേഷനെ കളയുന്ന ഹാലലി വാക്കുകൾ, അല്ലെങ്കിൽ അവർക്ക് കഴിവില്ലെന്ന് തോന്നുമാറ് അവരെ ഇടിച്ചു താഴ്ത്തുന്ന വാക്കുകൾ ഒന്നും നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരരുത്. അങ്ങനെ വന്ന ആരെങ്കിലും ജീവിതത്തിൽ അവർ സഫർ ചെയ്യുന്നെങ്കിൽ അത് നമുക്ക് നല്ലതല്ല. നമുക്ക് കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. സ്തോത്ര ഹാലലിയ. സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വാക്ക് പെരുകിയാൽ ലംഘനം ഇല്ലാതിരിക്കുകയില്ല, അതരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ. ഹാലലിയ. ബുദ്ധിമാൻ എന്ന് പറയുന്നവൻ അവൻ അതരങ്ങളെ അടക്കും. എല്ലായിടത്തും ഹാലലിയ സ്തോത്രം വാക്കുകൾ പറയത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നല്ല സ്റ്റോറി കേട്ടു. ഹാലലിയ. ആ സഹോദരിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലലിയ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്തോത്രം ഹാലലിയ ഒരു സിംഹത്തിന് ഹാലലിയ തന്നെ നാറുന്നതായിട്ട് തോന്നി. അപ്പോൾ ആ സിംഹം പോയ വഴിക്ക് ഹാലലിയ സ്തോത്രം ഒരു കുരങ്ങിനോട് ചോദിച്ചു, ഹാലലിയ സ്തോത്രം ഈ ഹാലലിയ നിനക്ക് ഹാലലിയ എന്നെ നാറുന്നതായിട്ട് തോന്നിയോ? ആ കുരങ്ങ് ഓർത്തു സത്യം പറയാമെന്ന്. അയാൾ പറഞ്ഞു, ആ കുരങ്ങ് പറഞ്ഞു, നിന്നെ വളരെ നാറ്റം, ഹാലലിയ നീ എന്നെ ഹാലലിയ സ്തോത്രം കളിയാക്കിയെന്ന് പറഞ്ഞ് ആ കുരങ്ങിനെ ആ സിംഹം കൊല്ലുവാനിടയായിത്തീരുന്നു. ഇത് കണ്ടുകൊണ്ട് ആ മാൻ ഹാലലിയ സ്തോത്രം ഇത് കേട്ടു. സ്തോത്രം അവർ പറഞ്ഞു, സ്തോത്രം അയാൾ പറഞ്ഞു, എന്നാൽ നല്ല മണമാന്ന് പറയാം. ഹാലലിയ സ്തോത്രം. അപ്പോൾ ഇത് ചോദിച്ചപ്പോൾ ആ മാൻ പറഞ്ഞു, നിന്നെ നല്ല മണമാണ് എന്ന്. അപ്പോഴും ഈ സിംഹത്തിന് തോന്നി എന്നെ കളിയാക്കുന്നെന്ന്. അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് സ്തോത്രം മുന്നോട്ട് കടന്നുമ്പോൾ വേറൊരു മൃഗം ഇത് കേട്ടിട്ട് വന്നു. ഹാലലിയ. അപ്പോൾ ആ മൃഗം ഹാലലിയ സ്തോത്രം വളരെ ബുദ്ധിമാനായിരുന്നു. പറഞ്ഞാലും കൊല്ലും, പറഞ്ഞില്ലേലും കൊല്ലും. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നത് നല്ലതെന്ന് പറയാമെന്ന് വിചാരിച്ച് ഹാലലിയ ആ മൃഗം പറഞ്ഞു, എനിക്ക് ജലദോഷമാണ്, അതുകൊണ്ട് രാജാവെ ക്ഷമിക്കണം, എനിക്ക് മണവും അറിയത്തില്ല, ഹാലലിയ സ്തോത്രം അതിൻ്റെ നാറ്റവും അറിയത്തില്ല, എനിക്ക് ജലദോഷമാണെന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഹാലലിയ ആ മഹാസിംഹത്തെ ആ സിംഹം ആ മൃഗത്തിനെ വെറുതെ വിടുവാനിടയായി തീർന്നു. സ്തോത്രം. ദൈവമക്കളെ, ചിലപ്പോൾ ഇതുപോലെ നാം ബുദ്ധിയുള്ളവരായിരിക്കണം. സ്തോത്രം. ഹാലലിയ. നാം ഒത്തിരി വർത്തമാനം പറഞ്ഞുകൊണ്ടൊന്നും ഹാലലിയ സ്തോത്രം വലിയ മാറ്റം വരാൻ പോകുന്നത്. ഞാൻ ഹാലലിയ വളരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പണ്ട്. സ്തോത്രം. ഹാലലിയ. എന്ത് കണ്ടാലും അഭിപ്രായം പറയും, അല്ലെങ്കിൽ എന്ത് കണ്ടാലും ചാടിക്കയറി ഉത്തരം പറയുന്ന ഒരു സ്വഭാവം എനിക്ക് പണ്ടുണ്ടായിരുന്നു. എന്നാൽ വചനം വായിച്ച് കർത്താവ് എന്നെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ഹാലലിയ സ്തോത്രം പഠിപ്പിച്ചപ്പോൾ എനിക്ക് ഇന്ന് വളരെ സംസാരിക്കുവാൻ ഹാലലിയ സ്തോത്രം ഹാലലിയ സ്തോത്രം താല്പര്യമില്ല. കാരണം ഹാലലിയ അധികം സംസാരം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പാപം കൊണ്ടുവരും. അതുകൊണ്ട് കഴിവതും ആവശ്യമുള്ളത് സംസാരിച്ചാൽ ഹാലലിയ അത് അനുഗ്രഹമായി തീരത്തക്ക വിധത്തിൽ ഹാലലിയ സ്തോത്രം ദൈവകൃപയ്ക്കായി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. സ്തോത്രം. സദൃശ്യവാക്യങ്ങൾ 15:28 പറയുകയാണ്, നീതിമാൻ മനസ്സിൽ ആലോചിച്ച് ഉത്തരം പറയുന്നു, ദുഷ്ടന്മാർ വായോ ദോഷങ്ങളെ പൊഴിക്കുന്നു. സ്തോത്രം. അപ്പം നീതിമാൻ എന്ത് ചെയ്യും? വളരെ ആലോചിച്ച് ഉത്തരം പറയും. ആ സാഹചര്യങ്ങളെ കണ്ട് ചിന്തിച്ച് ഞാനിത് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് അനുഗ്രഹമായി തീരുമോ, അതോ ഹാലലിയ അത് ആർക്കെങ്കിലും വേദനിപ്പിക്കുന്നതായി തീരുമോ, അതോ ഇവിടെ ഞാനിത് വാക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അനുഗ്രഹം വരുമോ എന്ന് ഹാലലിയ സ്തോത്രം ആ നീതിമാൻ ആലോചിച്ച് ഉത്തരം പറയും. ദുഷ്ടന്മാരെന്ത് ചെയ്യും? വായി വരുന്നത് വിളിച്ച് പറയും. പലപ്പോഴും ദൈവമക്കളെ, ഞാൻ ഹാലലിയ ചിലപ്പോൾ കണ്ടിട്ടുള്ള ഒരു വിഷയമാണ്. സ്തോത്രം. നിങ്ങൾ വളരെ ഹാലലിയ വർത്താനം പറയുന്ന വ്യക്തിയാണെങ്കിൽ, ധൈര്യമായിട്ട് പേടിയൊന്നുമില്ലാതെ നിങ്ങൾ വർത്താനം പറയുന്ന വ്യക്തിയാണെങ്കിൽ, ചില വ്യക്തി ജീവിതങ്ങൾ നിങ്ങളെ ഉപയോഗിക്കുവാനിടയായി തീരും. അവർ ചെന്ന് നിങ്ങളെ എരികേറ്റും. ഹാലലിയ സ്തോത്രം. നിങ്ങൾക്ക് അവിടെ ഇൻവോൾവ് ചെയ്യേണ്ട ഒരു വിഷയമില്ലായിരിക്കും. എങ്കിലും മറ്റൊരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ അവിടെ സംസാരിക്കാൻ തയ്യാറായി നിങ്ങളുടെ പേര് അവിടെ നാറുവാൻ ഇടയായി തീരും. സ്തോത്രം. ഒരു പക്ഷേ നിങ്ങൾക്കിവിടെ ഒരു ഹാലലിയ അത് പറയേണ്ട, അഭിപ്രായം പറയേണ്ട ഒരു ആവശ്യമില്ലായിരിക്കും. എന്നാൽ മറ്റൊരു വ്യക്തി നിങ്ങളെ എരിവ് കയറ്റിയത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഹാലലിയ നിങ്ങളത് പറഞ്ഞു നിങ്ങളുടെ പേര് അവിടെ ദുഷിക്കുവാനിടയും. അതുകൊണ്ട് നാം ചിന്തിക്കണം, ഞാനിതിവിടെ പറയേണ്ട ആവശ്യമാണോ, ഇത് ഞാനിവിടെ പറഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചിന്തിച്ച് പറയുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. സദൃശ്യവാക്യങ്ങൾ 17:9 വാക്യത്തിൽ പറയുന്നു, സ്നേഹം തേടുന്നവൻ ലംഘനം മറച്ചു വെക്കുന്നു, കാര്യം പാട്ടാക്കുന്നവനോ മിത്രങ്ങളെ വേദിപ്പിക്കുന്നു. നമ്മൾ ഹാലലിയ ഒരു വ്യക്തിയുടെ കുറവ് നമുക്ക് മനസ്സിലായി, നമ്മുടെ കൂട്ടുകാരൻ്റെയോ കൂട്ടുകാരിയുടെയോ. സ്തോത്രം. നാം വരെ സ്നേഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മളത് വേറൊരു വ്യക്തിയോട് പറയത്തില്ല, നാം അത് മറച്ചു വെക്കും. ഹാലലിയ സ്നേഹം സകലതിനെ മറയ്ക്കും.
അതേസമയം നമ്മൾ ആ വ്യക്തിയോട് പറയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറയുകയും പിന്നീട് പോയി അതെല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുകയും ചെയ്തെങ്കിൽ സ്നേഹത്തിന് എവിടെയാണ് വില? ഹല്ലേലൂയ സ്തോത്രം. അവിടെ സ്നേഹമല്ല. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നാം അവിടെ ഇവിടെയും കണ്ടത് വിളിച്ചു പറയുവാൻ, അത് ആരെക്കുറിച്ചായാലും സ്പ്രെഡ് ചെയ്യുവാൻ നമുക്കൊരു ഹല്ലേലൂയ അധികാരമില്ല. നാം അത് പറഞ്ഞാൽ അതിന് കണക്ക് പറയേണ്ട ഒരു ദിവസം നമുക്കുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഭയത്തോട് പുറയിലോട് നമ്മുടെ പ്രവാസകാലം കഴിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. സദൃശ്യവാക്യങ്ങൾ സ്തോത്രം ഹല്ലേലൂയ 21:23 പറയുകയാണ്, വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. പലപ്പോഴും ജീവിതത്തിൽ കഷ്ടവും പ്രയാസം കടന്നു വരുന്നത് നമ്മൾ തന്നെ പറഞ്ഞ വാക്കുകളുടെ ഫലമായിട്ടായിരിക്കും. ചില പ്രശ്നങ്ങൾ നാം തന്നെ പരിഹരിക്കാൻ പോകുന്നത് നാം വായി കൊണ്ട് പറഞ്ഞതുകൊണ്ടായിരിക്കും. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ സൂക്ഷിച്ച് മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സദൃശ്യവാക്യം 31:26 പറയുകയാണ്, അവൾ ജ്ഞാനത്തോട് വായു തുറക്കുന്നു, ദയയുള്ള ഉപദേശം അവരുടെ നാവിന്മേലുണ്ട്. അപ്പം നാം ജ്ഞാനത്തോട് വായു തുറക്കുവാൻ ദയയുള്ള ഉപദേശം അല്ലെങ്കിൽ നമ്മുടെ നാവിന്മേൽ ഉണ്ടാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മനുഷ്യൻ അശുദ്ധി വരുത്തുന്ന വായ്ക്കകത്ത് ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നത് അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. അപ്പം നമ്മൾ തിന്നുന്ന ചക്കയോ മാങ്ങയോ അല്ലെങ്കിൽ ചിക്കനോ മട്ടനോ ഒന്നുമല്ല നമ്മളെ അശുദ്ധമാക്കുന്നത്, പിന്നെയോ നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരുന്നത് അത് നമ്മളെ അശുദ്ധമാക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതിന് ഹല്ലേലൂയ സ്തോത്രം വിടുതൽ പ്രാപിപ്പാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. സങ്കീർത്തനം 34:13 പറയുകയാണ്, ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതിരത്തെയും കാത്തുകൊള്ളുക. സ്തോത്ര. സങ്കീർത്തനം 141:3 വാക്യത്തിൽ, യഹോവേ എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അതിർദ്വാരം കാക്കണമേ. സങ്കീർത്തനക്കാരൻ ഹാലിൽ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എൻ്റെ വായിക്ക് ഹാലലിയ ഒരു ഹാലലിയ സ്തോത്ര കാവലായിരിക്കണം. ദൈവഹിതമല്ലാത്ത ഒന്നും എൻ്റെ വായിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവമേ നീ സമ്മതിക്കരുതെന്ന് സങ്കീർത്തനക്കാരൻ അവിടെ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഹാലലിയ. തീത്തോസിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ്, വാഴ്ചകൾക്കും അധികാരക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവർത്തിക്ക് ഒരുങ്ങിയിരിപ്പാനും. അതിൻ്റെ ഹാലിൽ 3:2 പറയുകയാണ്, ആരെയും ദൂഷണം പറയാതെയും കലഹിക്കാതെ ശാന്തരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക. സ്തോത്രം. ഹാലലിയ. എല്ലായിടത്തും സൗമ്യത. സ്തോത്രം. ഒരു പബ്ലിക് പ്ലേസിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഒരു ലീഡർ സംസാരിക്കുകയെന്ന് ഓർത്തു. ഹല്ലേലൂയ ഒരു ദൈവദാസനോ ഒരു അച്ഛനോ ഹല്ലേലൂയ സ്തോത്രം ഒരു ലീഡറോ നമ്മുടെ മാനേജറോ ആരായാലും സംസാരിക്കുകയെന്ന് ഓർത്തു. സ്തോത്രം. ഹല്ലേലൂയ. അവർ പറഞ്ഞ ഒരു കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്തോത്രം. ഉടനെ അവിടെ എഴുന്നേറ്റ് എല്ലാവരും മുമ്പിൽ പബ്ലിക്കായി ആ മനുഷ്യനെ നാണം കെടുത്തുന്നത് പോലെ സംസാരിക്കാതെ ആ മീറ്റിംഗ് കഴിയുമ്പോൾ സ്തോത്രം പേഴ്സണലായി ചെന്നിട്ട് ആ വ്യക്തിയോട് പറയാം, അല്ലെങ്കിൽ ഇന്ന കാര്യം എനിക്ക് അത്ര സൂട്ടായി തോന്നിയില്ല, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഹാലലിയ എല്ലാവരുടെ മുൻപിൽ ഒരു മാന്യത കിട്ടിയെന്നിരിക്കും. അതേസമയം ആ പബ്ലിക് പ്ലേസിൽ എഴുന്നേറ്റ് ഞാൻ വലിയ ആളാന്ന് കാണിക്കാനോ അല്ലെങ്കിൽ ഞാൻ ആ വ്യക്തിയെക്കാട് വലുതാണെന്ന് കാണിക്കാനോ എഴുന്നേറ്റ് നിന്ന് തർക്കിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം അത് സൗമ്യതയല്ല ദൈവമക്കളെ. ഹല്ലേലൂയ സ്തോത്രം അത് അവിടെ ഹല്ലേലൂയ സ്തോത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് മുഖാന്തരമായി തീരും. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം തീത്തോസിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-2 വായിക്കുകയാണ്, നിങ്ങൾ എന്തോ ചെയ്യണം, വാഴ്ചകൾക്കും അധികാരങ്ങൾക്ക് കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവർത്തിക്ക് ഒരുങ്ങിയിരിപ്പാനും ആരെയും കൊണ്ട് ദൂഷണം പറയാതെയും കലഹിക്കാതെ ശാന്തരായി സകല മനുഷ്യർക്കും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക. പൗലോസ് അപ്പോസ്തലൻ പറയുക എല്ലാവരെയും ഓർമ്മപ്പെടുത്തണം, പൂർണ്ണ സൗമ്യത കാണിപ്പാൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ അപ്പാ യേശുവേ അങ്ങേപോലെ ഹല്ലേലൂയ ഉപ്പിനായി രുചി വരുത്തിയ എല്ലാവർക്കും ഹല്ലേലൂയ ആശ്വാസം കൊടുക്കുന്ന നല്ല വർത്താനം പറയുന്ന നല്ലൊരു നാവിൻ്റെ ഉടമയാക്കി ദൈവമേ എന്നെ മാറ്റണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. കർത്താവേ ഞങ്ങളുടെ നാവിനെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നാവ് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരട്ടെ, ആശ്വാസമായി തീരട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ നാവിൽ നിന്ന് ദൈവഹിതമല്ലാത്തൊരു വാക്ക് പോലും പുറത്തു വരുവാൻ ദൈവമേ നീ അനുവദിക്കരുതേ. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഹല്ലേലൂയ അതര ദ്വാരമെങ്കിൽ ഒരു കാവൽ വെക്കണമേ കർത്താവേ. ഞങ്ങളുടെ നാവ് അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവും അനേകരെ ബലപ്പെടുത്തുന്നതാക്കി തീർക്കണം. അതിനായി ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങൾ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.